എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ പള്ളിക്കുട്ടമേ എന്ന് പറയുന്ന കുട്ടനാടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന ഒരു വലിയ സാക്ഷ്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഏകദേശം 2 തവണ BSc നഴ്സിംഗ് അഡ്മിഷന്, അതായത് +2 കഴിഞ്ഞ് ഞാൻ ആദ്യം BSc നഴ്സിങ്ങിന് ഗവൺമെൻറ്റിൽ അലോട്ട്മെൻറ്റിന് വെച്ചു. എനിക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് മതിലകം SH നഴ്സിംഗ് കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പക്ഷേ ഞാൻ അവിടെ ചേർന്നു. ഒക്ടോബറിലാണ് ഞാൻ അവിടെ ചേർന്നത്. 2016 ഒക്ടോബറിലാണ് ഞാൻ അവിടെ ചേർന്നത്. ഞാനവിടെ ചേർന്നു. എനിക്ക് തുടർന്നൊരു 2 മാസം എനിക്കവിടെ പഠിക്കാം. എനിക്കറിയത്തില്ല, എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. ഏത് വർഷമാണ്? 2019 2016-17 ആ വർഷത്തിലാണ് ഞാൻ SH ചേർന്നത്. 2 വർഷം എൻ്റെ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. അങ്ങനെ ഞാനവിടെ ചേർന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കറിയത്തില്ല, എന്നെ തന്നെ ഒരു വല്ലാത്ത ഭാരം വന്നങ്ങ് മൂടുക. പുസ്തകം എടുക്കുമ്പോൾ എനിക്ക് എല്ലാവരും ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്കങ്ങ് സങ്കടം, എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എനിക്കങ്ങ് ആകപ്പാടെ വിഷമമായി. ഞാനങ്ങ് കരച്ചിലോ, എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ അവിടുത്തെ കഴിക്കാൻ തോന്നുന്നില്ല. അത് മനസ്സിലെന്തോ ഒരു ഭാരം, അകപ്പാടെ വെയിറ്റൊക്കെ അങ്ങ് കുറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഇരുന്നത്. എൻ്റെ രൂപമൊക്കെ വേറൊരു രൂപമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് സഹിയിട്ട് എനിക്ക് പറ്റുന്നില്ലാതായി. ഞാൻ അവിടുന്ന് കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അവിടുന്ന് സർട്ടിഫിക്കറ്റ്സ് എല്ലാം വാങ്ങിച്ചു. ഞാൻ വീട്ടിൽ വന്ന് 1 വർഷം എല്ലാവരും എന്നോട് ചോദിക്കുക, എന്താ ഇനിയും പ്ലാൻ? എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുക. എന്തായാലും അടുത്ത വർഷം ഒന്നുകൂടെ ചേരാം എന്നൊരു രീതിയിൽ തന്നെ ഞാൻ ആ 1 വർഷം വീട്ടിൽ തന്നെ ഇരുന്നു. 2ാം വർഷം ആ ഇയർ കഴിഞ്ഞു. പിന്നെയും അടുത്ത ഇയറിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അഡ്മിഷൻ അടുത്ത വർഷത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് BSc നഴ്സിംഗിന് തന്നെയാണ് ഞാൻ വെച്ചത്. അങ്ങനെ ഞാൻ മുത്തൂറ്റ് പത്തനംതിട്ട നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എനിക്ക് അതിലും കിട്ടി. ഞാൻ അവിടെ ചെന്ന് ചേരുമ്പോൾ ഒന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കോളേജിലോട്ട് ചേർന്ന് കഴിയുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭാരം, എനിക്ക് എന്തോ ഒന്ന് വന്ന് എന്നെ അങ്ങ് തളർത്തിക്കളയുന്ന പോലെ എനിക്കങ്ങ് തോന്നുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എനിക്ക് പറ്റാതെ വന്ന് കോളേജിൽ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവർ തന്നെ എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു, കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല, വിളിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ പേരൻസ് ആകെപ്പാടെ തകർന്നു പോയി. ഞാൻ ഒരു കൊച്ചേ ഉള്ളൂ. അവർക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി അവരെന്നെ വളർത്തുന്ന, പക്ഷേ എനിക്കും പറ്റുന്നില്ലാത്ത അവസ്ഥയിലായി. അവരെന്നെ വന്ന് വീണ്ടും അവർ അഡ്മിഷനെല്ലാം ക്യാൻസൽ ചെയ്തു. സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു തന്നു. ഞാൻ വീണ്ടും 1 വർഷം ഓൾറെഡി പോയി. ഇത് 2nd ഇയർ ആണ്, 2ാമത്തെ വർഷമാണ്. എന്നിട്ടും എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഞാൻ വീണ്ടും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാവരും കഴിഞ്ഞ വർഷം വന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അയ്യോ എന്ത് ചെയ്യും ഇനി, അയ്യോ ഇങ്ങനായി, എന്താ ഇങ്ങനെ ചോദിച്ച ചോദ്യങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക. എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. എൻ്റെ ദൈവമേ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഇനി എനിക്ക് ആത്മഹത്യ മാത്രമേ ഉള്ളൂ വഴി. എനിക്കിനി നാട്ടുകാരുടെ മുമ്പിൽ നോക്കാൻ വയ്യ, അല്ലെങ്കിൽ ബന്ധുക്കാരുടെ മുമ്പിൽ നോക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്, എനിക്ക് ആത്മഹത്യ ഉള്ളൂ വഴി എന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം എൻ്റെ പപ്പ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ വരാം, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പം അന്ന് തൊട്ട് ചൊവ്വാഴ്ചകളിൽ പപ്പ ഇവിടെ വന്ന് എല്ലാ ചൊവ്വാഴ്ചകളിലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ കൂടി എനിക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എല്ലായിടത്തും അഡ്മിഷൻ ക്ലോസ് ചെയ്ത സമയമായി. ഇനിയിപ്പോൾ ഒരു പുതിയ അഡ്മിഷൻ, അതൊന്നും സ്വപ്നം പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പുറത്തേക്ക് നഴ്സിംഗ് കോളേജിൽ ഇങ്ങനെ അഡ്മിഷൻ എടുത്തിരുന്ന ഏജൻറ്റിൻ്റെ നമ്പർ ഞങ്ങൾക്ക് ഒരാൾ വഴി കിട്ടി. അങ്ങനെ ഞങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു, ഒരു സീറ്റെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു സീറ്റുണ്ട്, ബാംഗ്ലൂരിൽ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റുണ്ട്, പക്ഷേ ഇച്ചിരി പൈസ കൂടുതലാകും, നിങ്ങൾ റെഡി ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ പോയപ്പോൾ ഒന്നും എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അവിടെ ചെന്നപ്പം പതിയെ വരുന്നുണ്ട് ഓരോ മനസ്സ്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പുസ്തകം തുറക്കുമ്പോൾ അങ്ങ് കരച്ചില്ല, എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. പഠിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയായി ഞാൻ അവിടെ എങ്ങനെയോ ഒക്കെ 2-3 മാസം കഴിഞ്ഞു. അങ്ങനെ ഡിസംബർ ക്രിസ്മസ് വെക്കേഷനായി. ക്രിസ്മസ് വെക്കേഷൻ എനിക്ക് ആദ്യമൊന്നും അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പ്രാർത്ഥനയോടൊന്നും ഞാൻ അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കാത്ത, പള്ളിയിലൊന്നും വലുതായിട്ടൊന്നും പോകാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഡിസംബറിൽ വെക്കേഷൻ ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുവാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ വാതുക്കയിൽ SH പഠിക്കുമ്പോഴും ഇതിൻ്റെ വാതുക്കൽ കൂടെ പോകുമ്പോൾ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഞാൻ അവിടെയാണ് നിന്നത്. അവിടെ ജനക്കൂട്ടം ഇഷ്ടം പോലെ ജനമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് അവിടെ നിൽക്കാനേ പറ്റിയത്. അപ്പം അച്ഛൻ ഇവിടെ ആരാധന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സ്തുതി
ശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ പപ്പായും അമ്മയുടെ അമ്മയൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഫ്രണ്ടിലോട്ട് നീങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തലയ്ക്കകത്ത് എന്തൊക്കെയോ പോലെ വന്നിട്ടൊരു തലകറക്കം പോലെ വന്നു. ഞാൻ അവിടെ മോന്തയും കുത്തിയടിച്ച് വീണു. അച്ഛൻ ശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ എന്തോ എൻ്റെ നെറ്റി കുത്തി കയറാനുണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല. അവിടെ കുറേ ചെരുപ്പുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതിനപ്പുറം വേറെ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ഞാൻ മോന്തയും കുത്തി അടിച്ച് വീണു. അതിൻ്റെ നെറ്റിലെ പാട് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെ ഇങ്ങനെ നെറ്റി ഇങ്ങനെ രണ്ടായിട്ട് പിടർന്നിട്ട് ഇവിടെ ഇങ്ങനെ ചോര ഇങ്ങനെ ഒളിച്ചോണ്ട് ഞാൻ 5 മിനിറ്റ് ഇവിടെ വന്ന് നിന്നുള്ളൂ കൃപാസൻ്റെ. അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് ഇട്ടു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. അന്ന് എനിക്ക് വന്നിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഒരു തവണ പോലും ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് മുഴുവനായിട്ട് ഇവിടുത്തെ കർമ്മങ്ങളിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ വന്നു. പിന്നെ ഞാൻ തിരിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ് കോളേജിൽ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും കൊറോണയൊക്കെ വന്നു. പിന്നെ കൊറോണ വന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ഓൺലൈനായി ക്ലാസ്സൊക്കെ. അങ്ങനെ ഒരു സമയത്താണ് ഓൺലൈൻ ഉടമ്പടി ഇവിടുന്ന് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗമായിരുന്നു, എനിക്ക് BSc നഴ്സിംഗ് എങ്ങനെയും ഒന്ന് പാസ്സാകണേ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു. ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പിന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി. വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ മണിക്കൂറുകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഓഫ്ലൈനായിട്ട് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നപ്പം തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് എക്സാമിൻ്റെയൊക്കെ സ്റ്റഡി ലീവിന് ഓരോരുത്തരൊക്കെ വെളുപ്പിനെ 3 മണിക്കും 4 മണിക്കും ഒക്കെ ഇരുന്ന് അങ്ങ് പഠിക്കുക. എനിക്കതൊന്നും പറ്റുന്നില്ല. ഞാൻ ആ സമയത്തും കൂടി ഇരുന്ന് എൻ്റെ ദൈവമേ എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ദൈവമേ എനിക്ക് നീ മാത്രമുള്ള ആശ്രയം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ എവിടെയും വിളിച്ച് പറയുന്നത് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിക്കാതെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചു. അതിനപ്പുറം ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നല്ല ടഫ് എക്സാം ആയിരുന്നു. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം ക്വസ്റ്റ്യൻ കണ്ടിട്ട് എല്ലാവരും കരയുവായി, എനിക്കും കരച്ചിട്ട് വരുന്നുണ്ട്. തോക്കുമെന്ന് ഉറപ്പായി. കാരണം ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പോലും കറക്റ്റായിട്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥ. കാരണം അതുപോലെ നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നിടം വരെ എനിക്കറിയത്തില്ല ഈ ക്വസ്റ്റ്യൻ എന്ത് ആൻസർ എഴുതുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സമയമാകുമ്പം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അങ്ങോട്ട് എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ ആരൊക്കെയോ വന്ന് പറഞ്ഞു തരുന്ന പോലെ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അങ്ങനെ ആ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും എങ്ങനെ എഴുതി തീർത്തു ആ ബുക്ക്ലെറ്റ് എന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെ എക്സാംസ് എല്ലാം കഴിഞ്ഞു ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പം കർണാടകയിൽ അത്രയും 100 കോളേജ് ഉണ്ടായിരുന്നതിൽ വെറും 13%, അതായത് 100%-ൽ വെറും 13% മാത്രമേ പിള്ളേർ കർണാടകയിൽ ജയിച്ചുള്ളൂ. ഞങ്ങളുടെ കോളേജിൽ 80 പിള്ളേർ എഴുതിയെങ്കിൽ 15 പിള്ളേർ മാത്രമേ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ എക്സാം പാസ്സായുള്ളൂ. അതിൽ ഡിസ്റ്റിങ്ഷനോട് എൻ്റെ ദൈവം എന്നെ പാസ്സാക്കി. എങ്ങനെയെന്ന് എനിക്കും അറിയത്തില്ല. ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല, എങ്ങനെയെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ കോളേജിലും ക്ലാസ്സിലും യൂണിവേഴ്സിറ്റിയിലും വെച്ച് ഏറ്റവും നല്ല മാർക്കോടുകൂടി ഫസ്റ്റ് ഇയർ ഡിസ്റ്റിങ്ഷനോടെ തന്നെ പാസ്സായി. പിന്നെ രണ്ടാമത്തെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായുടെ ചേച്ചിയുടെ മോന് 4 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് നിയോഗം വെച്ചത് ചേട്ടനൊരു കൊച്ചിനെ കൊടുക്കണേന്നായിരുന്നു. അപ്പോൾ അവർ അയർലൻഡിലാണ്. അപ്പോൾ അവർക്ക് കൊച്ചുങ്ങളില്ലാതെ വിഷമിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ മാസം ചേച്ചി ഒരു പെൺകൊച്ചിന് ജന്മം കൊടുത്തു, ആരോഗ്യമുള്ളൊരു കൊച്ചിന് ജന്മം കൊടുത്തു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് ആലപ്പുഴയിൽ നിന്ന് വന്ന ഐശ്വര്യ എന്ന ഈ മകള് പങ്കുവച്ചത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പപ്പ ഉടമ്പടി എടുത്തായിരുന്നോ? ഓൺലൈനിൽ വന്ന് പ്രാർത്ഥിച്ചുള്ളൂ, ഉടമ്പടി എടുത്തില്ലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ വലിയൊരു സാക്ഷ്യമാണ്. കാരണം ഈ മകള് 2016-ലാണ് +2 പാസ്സായത് അല്ലേ? 2016 +2 പാസ്സായി. അതിനുശേഷം 2 നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തെങ്കിലും ആ മകൾക്ക് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരോ തടസ്സങ്ങളാണ്. അത് മുഴുമിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, മറ്റ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ആകെ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ മകള് ഒരു തീരുമാനം എടുത്തു. എന്താണ് തീരുമാനിച്ചത്? ഇങ്ങനെയൊരു വിഷമം വന്നപ്പോൾ എന്താണ് തീരുമാനിച്ചത്? ഈ മകൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു എന്നാണ് ഈ മകൾ പറഞ്ഞത്. പ്രത്യാശ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാത്താനാണ് അങ്ങനെ ഒരു ചിന്ത തോന്നിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ കൊണ്ട്. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഇനി മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു ഈ മകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മകളെക്കുറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ കരുതലുണ്ടായിരുന്നു. ഈ മകള് 2ാമത്തെ നഴ്സിംഗ് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായിട്ട് അവിടെ നിന്ന് സ്വയം അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് വീട്ടിൽ വരുമ്പോൾ പപ്പ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാം. അത് പരിശുദ്ധ അമ്മ തന്നെ ഈ മകളോട് കാണിച്ച വലിയൊരു കരുതലിൻ്റെ ഒരു അടയാളമാണ്. അങ്ങനെ കൃപാസനത്തിൽ വന്നു. ഈ മകളും ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നെങ്കിലും മകൾക്ക് ആ ശുശ്രൂഷ 5 മിനിറ്റ് പോലും ഇവിടെ നിന്ന് സമാധാനത്തോടെ കൂടാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത്. അവിടെയും
വലിയൊരു തടസ്സം ഈ മകൾക്ക് നേരിട്ടു. പക്ഷെ പരിശുദ്ധ അമ്മ വീണ്ടും ഈ മകളെ ചേർത്ത് നിർത്തി ഉടമ്പടി, ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഈ വിഷയം സമർപ്പിച്ചു. തുടർന്ന് ഒരു പുതിയ വഴി ജോഷ്യ 3:4 പ്രകാരം ഒരു എല്ലാ സ്ഥലത്തും അഡ്മിഷൻ ക്ലോസ് ചെയ്ത സമയത്തും ആ മകള് ആ വർഷം അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു വർഷം പോകും അല്ലേ, വീണ്ടും ഒരു വർഷം ഈ മകളുടെ വെറുതെ നഷ്ടപ്പെടും. അപ്പോൾ ഓൺലൈനിൽ ഉടമ്പെടുത്ത ശേഷമാണോ ഈ അഡ്മിഷൻ കിട്ടിയത്? അതിനും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഒരു പുതിയ വഴി ഈ മകൾക്ക് തുറന്നു കൊടുത്തു. ജോഷ്യ 3:4 തിരുവചനം അനുസരിച്ച് പുതിയ വഴി. അപ്പോൾ ആ പുതിയ വഴിയിൽ അമ്മ ഈ മകളെ കരുതിയിട്ടുണ്ടായിരുന്നു. ഉന്നതമായ നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ മകൾക്ക് അത് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ളൊരു സറൗണ്ടിങ്സ് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടാക്കി. ഈ മകള് ആഴമായ പ്രാർത്ഥനയിലോട്ട് കടന്നു വന്നു എന്നാണ് പറഞ്ഞത്. പ്രെയർ ഹാബിറ്റ് അല്ലേ? മൈക്ക് അടുപ്പിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ റൂമിലുള്ള റൂംമേറ്റ്സ് ഉണ്ട്, അവർ കളിയാക്കുമായിരുന്നു, എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നേ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരല്ലോ, അതൊക്കെ സ്വന്തമായിട്ട് അധ്വാനിക്കുകയും കൂടെ വേണ്ടേ, എന്നാലല്ലേ മാതാവ് ജയിപ്പിക്കത്തു. പക്ഷെ എനിക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ എത്ര പഠിച്ചാലും ഇനിയും പാസ്സാകാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല, ദൈവം തീരുമാനിക്കണം എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. എന്നെ ഒത്തിരിയും കളിയാക്കിയിട്ടുണ്ടായിരുന്നു റൂമിലൊക്കെ ഉള്ളത്. പക്ഷെ ഞാനത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മകള് ചെയ്തതാണ് പ്രാർത്ഥനയുടെ സമയം കൂട്ടി. ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒരു വ്യക്തിയിലെ ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം സ്വന്തമായിട്ട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അവനെ കടത്തിക്കൊണ്ടു പോകുന്നത്. നിയമാവർത്തനം 8:3 തിരുവചനമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് അവൻ ജീവിക്കുന്നതെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ നമ്മളെ എളിമപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ മകളെ അങ്ങനെ കർത്താവിനെ കൂടുതൽ അറിയാനായിട്ടുള്ളൊരു അവസരമായിട്ട് ഇത് മാറി. ഇന്ന് ആ മകള് പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ സമയത്ത് ചെറുതായിട്ടൊക്കെ പഠിച്ചെങ്കിലും വലുതായിട്ടൊന്നും പഠിച്ചില്ലായിരുന്നു. പക്ഷേ ആ മകൾക്ക് എക്സാം ഹാളിൽ ഓരോ ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്യണ പോലെ തന്നെ അല്ലേ സ്വരം കേട്ടു. ആ മകൾ ആ എക്സാം എഴുതി കോളേജിൽ ഇപ്പോൾ ടോപ്പാണ് അല്ലേ, കോളേജിൽ ടോപ്പായിട്ട് പാസ്സായി എന്നാണ് പറഞ്ഞത്. എഫേസ്യൻസ് 2:8 തിരുവചനമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നൊരു വചനമാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്. നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ കുറേ തടസ്സങ്ങൾ, എത്ര പരിശ്രമിച്ചിട്ടും ഈ മകൾ 2 കോളേജിലാണ് പോയത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണത്. കാരണം 2 കോളേജിൽ ചെന്നിട്ടും ആ മകൾക്ക് പഠനം പുരോഗമിപ്പിക്കാൻ പറ്റിയില്ല. അപ്പം അവിടെയാണ് അത്യുന്നതിൻ്റെ ശക്തി പ്രവർത്തിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ഇടപെടലുണ്ടായതുകൊണ്ട് ആ മകളുടെ മനസ്സിനെ മാറ്റിക്കളഞ്ഞു ദൈവം. അങ്ങനെ ആ മകൾക്ക് ഇപ്പോൾ നല്ലൊരു വിജയം കൊടുത്തു. അപ്പോൾ നല്ലൊരു മദറിനെ കുറിച്ച് പറയുന്നത് ഹോപ്പാണ്, ഹോപ്പ് നൽകുന്ന മാതാവാണ്, പ്രത്യാശയുടെ മാതാവാണ്. അപ്പോൾ കൃപാസനത്തിലെ അമ്മ ഉടമ്പടി മാതാവാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകള് എല്ലാ വിഷയത്തിനും നല്ല ഉയർന്ന മാർക്കോടി പാസ്സായി വളരെ സന്തോഷവതിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ച 2ാമത്തെ വിഷയം കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളതായിരുന്നു, കസിന്. അപ്പോൾ അതും ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തി. ഈ മകൾക്ക് കിട്ടിയ അനുഗ്രഹം, കുടുംബത്തിന് കിട്ടിയ എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ദൈവാനുഭവം